അതിർത്തിക്ക് അപ്പുറത്ത് നിന്നൊരു പ്രണയം. ഒടുവിൽ തന്റെ ഇന്ത്യൻ കാമുകയെ നേരിൽ കാണാൻ അതിർത്തി കടന്നെത്തിയ യുവാവിന് സംഭവിച്ചത് എന്താണ്? പ്രണയം തലയ്ക്ക് പിടിച്ച് അതിർത്തി കടന്ന ഇന്ത്യൻ സൈന്യത്തിന്റെ കയ്യിലകപ്പെട്ട ഒരു പാകിസ്ഥാനി യുവാവിന്റെ കഥയാണത്. പക്ഷെ ഇതിൽ കേവലം ഒരു പ്രണയത്തെക്കാൾ ഉപരി പാകിസ്ഥാന്റെ ഇന്നത്തെ ഗതികേടിന്റെയും ഇന്ത്യൻ സൈന്യത്തിന്റെ ജാഗ്രതയുടെയും വലിയൊരു രാഷ്ട്രീയ ചിത്രമുണ്ട്. പറയുമ്പോൾ ഇദ്ദേഹം ഒരു പാകിസ്ഥാനിയാണെന്ന് പൂർണ്ണമായും പറയാൻ കഴിയില്ല. കാരണം പാക് അധീന കാശ്മീരിൽ നിന്നുള്ള 22-കാരനായിട്ടുള്ള സിഷാൻ മിർ എന്ന യുവാവാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ പിടിയിലായത്. കഴിഞ്ഞ മെയ് 31-ന് ഉറി സെക്ടറിലെ നിയന്ത്രണ രേഖ മറികടന്ന ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കവെയാണ് സൈന്യം ഇയാളെ പിടികൂടുന്നത്. ബാരാമുള്ളയിലെ തുൽവാരി ഗ്രാമത്തിലുള്ള ഒരു ഇന്ത്യൻ യുവതിയുമായി സമൂഹ മാധ്യമം വഴിയാണ് ഈ പാക് യുവാവ് പ്രണയത്തിലാകുന്നത്. തുടർന്ന് ഇവരെ നേരിൽ കാണാനായി അതിർത്തി കടന്നെത്തുകയായിരുന്നു ഈ യുവാവ്. എന്നാൽ ഇവരുടെ പ്രണയത്തിനും ഈ അതിർത്തി കടക്കലിനും പിന്നിലെ കാരണം കേട്ടാൽ ആരും ഒന്ന് അമ്പരക്കും. കുടുംബത്തിന്റെ ബാധ്യതകളും കഷ്ടപ്പാടുകളും ദാരിദ്ര്യവുമായിരുന്നു പാക് യുവാവിന്റെ ചാറ്റുകളിൽ മുഴുവൻ ഉണ്ടായിരുന്നത്. ഈ ഗതികേട് കേട്ട് മനസ്സലിവ് തോന്നിയ ഇന്ത്യൻ യുവതിയാണ് പാകിസ്ഥാൻ വിട്ട് ഇന്ത്യയിലേക്ക് പോരാൻ സിഷാൻ മീറിനോട് പറഞ്ഞത്. അതിർത്തി കടന്നാൽ ഉടൻ ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങാനും നിയമവിരുദ്ധമായി എത്തിയതിനുള്ള ശിക്ഷ പൂർത്തിയാക്കിയ ശേഷം ഇന്ത്യയിൽ ഒരുമിച്ച് ജീവിക്കാമെന്നുമായിരുന്നു ഇവരുടെ പ്ലാൻ. അതായത് പാകിസ്ഥാനിലെ നരകതുല്യമായ ജീവിതത്തെക്കാൾ ഭേദം ഇന്ത്യയിലെ ജയിലിൽ കിടക്കുന്നതാണെന്ന് ഒരു പാക് പൗരൻ പോലും തിരിച്ചറിയുന്ന അവസ്ഥയാണെന്ന്. നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത അവസ്ഥയിലൂടെയാണ് പാക് അധീന കാശ്മീരിലെ ജനങ്ങൾ കടന്നു പോകുന്നതെന്ന് ഈ ഒറ്റ സംഭവത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഇവരുടെ പ്ലാനുകൾക്കപ്പുറമായിരുന്നു അതിർത്തിയിലെ സുരക്ഷ. കീഴടങ്ങാൻ ശ്രമിക്കുന്നതിന് മുൻപേ തന്നെ അതിർത്തിയിൽ കാവൽ നിന്നിരുന്ന ഇന്ത്യൻ സൈന്യം ഈ യുവാവിനെ അതിവിദഗ്ധമായി പിടികൂടി. യുവാവിന്റെ മൊഴി സത്യമാണോ എന്നറിയാൻ യുവതിയിൽ നിന്നും സൈന്യം വിവരങ്ങൾ തേടിയിരുന്നു. കാമുകനെ ഇന്ത്യയിൽ തുടരാൻ അനുവദിക്കണമെന്നായിരുന്നു ആ യുവതിയുടെ അഭ്യർത്ഥന. എന്നാൽ രാജ്യസുരക്ഷയ്ക്ക് മുന്നിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത സൈന്യം നിയമ നടപടികൾക്ക് ശേഷം ജൂലൈ 4-ന് ഈ പാക് യുവാവിനെ സുരക്ഷിതമായി പാകിസ്ഥാൻ സൈന്യത്തിന് തന്നെ തിരികെ കൈമാറി. അതിർത്തി കടന്നു വന്ന ഒരു പാക് പൗരനെ വെടിവെച്ച് കൊല്ലാതെ കാര്യങ്ങൾ കൃത്യമായി അന്വേഷിച്ചറിഞ്ഞ് തിരികെ കൈമാറിയ ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രൊഫഷണലിസവും മാന്യതയുമാണ് ഇവിടെ വ്യക്തമാകുന്നത്. സ്വന്തം പൗരന്മാർക്ക് ജീവിക്കാൻ പോലും സാഹചര്യമില്ലാത്ത പാകിസ്ഥാന്റെ ദയനീയതയും ശത്രുരാജ്യത്ത് നിന്നെത്തിയ ആളോട് പോലും മാന്യമായി പെരുമാറുന്ന ഇന്ത്യയുടെ കരുത്തുമാണ് ഈ സംഭവം കാണിച്ചു തരുന്നത്. എന്നാൽ ഇതിനൊപ്പം നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ദാരിദ്ര്യവും പ്രണയവും പറഞ്ഞ് അതിർത്തി കടക്കാൻ ഇന്നൊരു കാമുകനാണ് വന്നതെങ്കിൽ നാളെ ഇതേ റൂട്ടിലൂടെ ഒരു ചാവേറും വന്നേക്കാം. അതിനാൽ പ്രണയമായാലും മറ്റെന്തായാലും അതിർത്തിയിലെ ഇന്ത്യൻ സൈന്യത്തിന്റെ കണ്ണ് വെട്ടിച്ച് ഇനി ഒരു കാര്യവും നടക്കില്ലെന്ന് ശക്തമായിട്ടുള്ള താക്കീത് കൂടിയാണ് ഈ സംഭവം. മനുഷ്യത്വമൊക്കെ അങ്ങ് ഉത്തരത്തിൽ വെച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെ ചിന്തിക്കാൻ മാത്രമേ നമുക്ക് നിർവാഹമുള്ളൂ. ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള അതിർത്തികൾ പോലെ പാകിസ്ഥാനുമായിട്ടുള്ള അതിർത്തി മാറുന്ന കാലത്ത് അതിർത്തിക്ക് അതീതമായിട്ടുള്ള പ്രണയത്തിനെ പറ്റിയൊക്കെ നമുക്ക് സംസാരിക്കാം. തൽക്കാലം സഹോദരി ഇന്ത്യയിലെ കോടിക്കണക്കിന് അവിവാഹിതരായിട്ടുള്ള പുരുഷന്മാരിൽ ഒരാളെ വരനായി തിരഞ്ഞെടുത്ത് തൃപ്തിപ്പെടുക. ന്യൂസ് ഡെസ്ക്.